നമുക്ക് 2 മാസസ് തന്നിട്ടുണ്ട്. ഒരെണ്ണം 100 ഗ്രാമും 20 ഗ്രാമുമാണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വെലോസിറ്റീസ് ഇത്രയാണ് V1 V2 തന്നിട്ടുള്ളത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വെലോസിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം V1 V2 ആണ്. M2 എന്ന് പറഞ്ഞാൽ 100 220 ഗ്രാമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം RCM സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ M1 R1 + M2 R2 ഡിവൈഡ് ബൈ സം ഓഫ് മാസ് ആണ്. അത് ഇതിന്ന് നമുക്ക് മനസ്സിലായിരിക്കും. ഈ വരെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തെന്ന് വിചാരിക്കും. പൊസിഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റിയോട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആക്സിലറേഷൻ ആയിരിക്കും. ചത്രയ്ക്കൊന്നും പോകണമെന്നോട് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 2 സൈഡിലും നമ്മൾ ചെയ്തു. കാരണം M1 കോൺസ്റ്റന്റ് ആണ്. ഇവനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? V1 ആയിരിക്കും. അതുപോലെ M2 R2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ V2 ആയിരിക്കും. അപ്പോൾ 2 ആൾക്കാരും നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് 100ഉം 20ഉം 120ഉം. പിന്നെ ഇവന്മാരെ നമ്മൾ എടുത്തു. 100നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 20നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? അവരൊക്കെ ക്യാൻസൽ ആയി പോയിട്ട് 30 + 60 എന്ന് പറയുമ്പോൾ 360 ആയിരിക്കും കിട്ടുക. അവിടെ 120 ആയിരിക്കും. 0 ക്യാൻസൽ ആയി പോയി. 360 ഡിവൈഡ് ബൈ 12 എത്ര തവണ ആയിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഇതാണ് കറക്റ്റ്.